ഹലോ, കഥകൾ കേൾക്കാൻ വേണ്ടി കൊച്ചു പൈതങ്ങളെല്ലാം റെഡി ആയിട്ടിരിക്കുകയാണോ? അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ നിങ്ങളെപ്പോലെ ഒരു കുഞ്ഞു വാവ ഉണ്ടായതിൻ്റെ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്. അപ്പോൾ മക്കൾ ചിന്തിക്കുന്നുണ്ടാവും, കുഞ്ഞു വാവയുടെ കഥ എന്തിനാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നെ എന്ന്, അല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കഥ പറഞ്ഞു തരുന്നത് എന്ന് ഈ കഥ കേട്ട് കഴിയുമ്പോൾ മക്കൾക്ക് മനസ്സിലാവും. മക്കളുടെ വീട്ടിൽ മക്കളുടെ മാതാപിതാക്കൾക്ക് മക്കളുണ്ടായപ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടായിട്ടുണ്ടാവും. അത് അവരുടെ അടുത്ത് ചോദിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അവർ പറയും, മോനും മോളും ഒക്കെ ഉണ്ടായപ്പോൾ മാതാപിതാക്കൾക്ക് അമ്മയ്ക്കും അപ്പയ്ക്കും ഭയങ്കര സന്തോഷം ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഈ കുഞ്ഞു പൈതങ്ങൾ ഉണ്ടാവുന്നത് എപ്പോഴും കുടുംബങ്ങളിൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അതേസമയം കുറേ കുടുംബങ്ങളിൽ മക്കൾ ഉണ്ടാവാണ്ടിരിക്കുന്ന ഒരു രീതിയുണ്ട്. ചില ആൻറ്റിമാരും അങ്കിൾമാരും കല്യാണം കഴിഞ്ഞിട്ട് അവർക്ക് പിള്ളേരില്ലാണ്ടിരിക്കുന്ന അവസ്ഥയും ഉണ്ട്. അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ടാവാം. പിന്നീട് അവർക്ക് പിള്ളേരുണ്ടാവുന്ന രീതികളും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു കഥയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ കഥയിൽ ഇത് എവിടെയാണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അബിയാക്കൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ആണ് ഈ കഥ നടക്കുന്നത്. ഈ കഥ നടക്കുന്നത് ഹെരോദ രാജാവിൻ്റെ കാലത്താണ് ഈ കഥ നടക്കുന്നത്. അപ്പോൾ അവിടെ ഈ ദൈവത്തിൻ്റെ ആലയത്തിൽ പുരോഹിതനായിട്ടിരുന്ന ഒരു ആളുണ്ടായിരുന്നു. പുള്ളിയുടെ പേര് സെക്കരിയാവ് എന്നായിരുന്നു. അപ്പോൾ പുള്ളി ഒരു പുരോഹിതനായിരുന്നു. അപ്പോൾ പുരോഹിതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ആലയത്തിലെ കാര്യങ്ങൾ അന്നത്തെ കാലത്ത് ചെയ്യാൻ ദൈവം തിരഞ്ഞെടുത്ത് ആക്കി വെച്ചിരിക്കുന്ന ആളെയാണ് പുരോഹിതൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെക്കരിയാവ് എന്ന് പറയുന്ന വ്യക്തിക്ക് ദൈവാലയത്തിലായിരുന്നു കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നത്. അതേപോലെ തന്നെ അയാൾക്ക് ഒരു ഭാര്യ ഉണ്ടായിരുന്നു. അയാളുടെ ഭാര്യയുടെ പേര് എലിശബത്ത് എന്നായിരുന്നു. അപ്പോൾ സെക്കരിയാവും എലിശബത്തിനെ കുറിച്ചുമാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന കഥ. ഇവർ രണ്ടുപേരെക്കുറിച്ചും നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ജീവിതത്തിൽ ഇവർ ദൈവസന്നിധിയിൽ നല്ല നീതിയോടെ തെറ്റുകളൊന്നും ചെയ്യാണ്ട്, കള്ളങ്ങളൊന്നും പറയാണ്ട്, ദുഷ്ടതയൊന്നും കാണിക്കാണ്ട് നീതിയായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം പറഞ്ഞിരുന്ന കാര്യങ്ങൾ, കൽപ്പനകളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു കുറ്റവും കുറവും ഇല്ലാണ്ട് നടന്നവരായിരുന്നു ആര്? ഈ സെക്കരിയാവും എലിശബത്ത്. പക്ഷേ എന്തായിരുന്നു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് രണ്ടുപേർക്കും കുട്ടികളുണ്ടായിരുന്നില്ല. ഇവർ രണ്ടുപേരും കല്യാണം കഴിച്ച് കുറേ കാലമായി അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ കുഞ്ഞുങ്ങളില്ലാത്തത് കൊണ്ട് ഇവർക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. കാരണം അവരുടെ ജീവിതത്തിൽ മക്കളില്ലാത്തത് കൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ, അതേപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ അത് കാരണം ഭയങ്കര വേദനയും ബുദ്ധിമുട്ടും അവർക്കുണ്ടായിരുന്നു. അങ്ങനെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അവർക്ക് നല്ല പ്രായമായി. അങ്ങനെ പ്രായമായി ഇവർ ഇത് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഈ സെക്കരിയാവ് എന്നും ദൈവസന്നിധിയിൽ ഒരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സെക്കരിയാവ് പ്രാർത്ഥിക്കുന്നു, കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഒരിക്കൽ ഈ സെക്കരിയാവ് ദേവാലയത്തിൽ അവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേവാലയത്തിൽ ദൈവത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സെക്കരിയാവിൻ്റെ മുന്നിൽ ഒരു ദൂതൻ വന്ന് പ്രത്യക്ഷപ്പെട്ടു. ആരാണ് സെക്കരിയാവിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ദൂതൻ? അപ്പം മക്കൾ ചിന്തിക്കുന്നുണ്ടാവും, ആരാണ് ദൂതൻ? ദൂതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം സ്വർഗത്തിൽ നിന്ന് അയക്കുന്നതാണ് ദൂതന്മാരെ. ഈ ദൂതന്മാർ ദൈവം പറഞ്ഞ് ഈ ആരോടെങ്കിലും ഒരു വ്യക്തിയുടെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ പറയാൻ വേണ്ടി ദൈവം അയക്കുന്നതാണ് ദൂതന്മാരെ. അപ്പോൾ ഈ സെക്കരിയാവിൻ്റെ മുന്നിൽ വന്നിരുന്ന ദൂതന്റെ പേരായിരുന്നു ഗബ്രിയേൽ. എന്തായിരുന്നു ആ ദൂതന്റെ പേര്? ഗബ്രിയേൽ. അപ്പോൾ ഈ ഗബ്രിയേൽ ദൂതൻ വന്നിട്ട് സെക്കരിയാവിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. സെക്കരിയാവിൻ്റെ മുന്നിൽ ഈ ദൂതൻ വന്ന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ സെക്കരിയാവ് ശരിക്കും പേടിച്ചു പോയി. നമ്മൾ ദേവാലയം അന്ന് പറയുന്ന സാധനം ഇന്ന് നമ്മൾ പറയുമ്പോൾ അതിന് പറയുന്നത് ചർച്ച്, നമ്മൾ പോകുന്ന ചർച്ച് പോലെയുള്ള ഒരു സ്ഥലം. അപ്പോൾ ഈ ദൈവാലയത്തിൽ സെക്കരിയാവ് ഇരുന്ന് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ദൂതം വന്ന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ, എവിടെ നിന്നും ഒരു ദൂതം വന്ന് സെക്കരിയാവിൻ്റെ മുന്നിലോട്ട് പ്രത്യക്ഷപ്പെട്ടപ്പോൾ സെക്കരിയാവ് പേടിച്ചുപോയി. അയ്യോ, ഇതാരാ ഇത്? സെക്കരിയാവ് പേടിച്ചുപോയി. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ദൂതം പറഞ്ഞു, സെക്കരിയാവെ പേടിക്കണ്ട, നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. നിനക്ക് കുഞ്ഞുങ്ങളില്ല എന്നുള്ള പ്രാർത്ഥന നിനക്ക് കേട്ടു. അതുകൊണ്ട് നിന്റെ ഭാര്യ എലിശബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന് പേർ ഇടണം എന്ന് പറഞ്ഞു. അത് മാത്രമല്ല പിന്നെയും പറഞ്ഞു, ഈ കുഞ്ഞുണ്ടാവുന്നതുകൊണ്ട് നിനക്ക് നല്ല സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. ഈ ജനത്തിൻ്റെ മുന്നിൽ ഈ ജനം എല്ലാം ആ കുഞ്ഞിനെ കാണുമ്പോൾ സന്തോഷിക്കും. അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ വലിയവനാകും. അവൻ വീഞ്ഞും മദ്യവും കുടിക്കയില്ല. അമ്മയുടെ ഗർഭത്തിൽ തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. അവൻ ഇസ്രായേൽ മക്കളിൽ പലരെയും ദൈവത്തിലോട്ട് അവൻ നയിക്കും. യേശു കർത്താവിന് മുന്നേ അവൻ വഴിയൊരുക്കും എന്നുള്ള രീതിയിൽ പല കാര്യങ്ങൾ
ദൂതൻ വന്നിട്ട് ആരുടെ അടുത്ത് പറഞ്ഞു? സെക്കരിയാവിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ എന്തൊക്കെയാണ് ദൂതൻ വന്ന് പറഞ്ഞത്? ആദ്യം പറഞ്ഞത് എന്താണ്? സെക്കരിയാവ് പേടിക്കേണ്ട. രണ്ടാമത് പറഞ്ഞത് എന്താണ്? നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. മൂന്നാമത് പറഞ്ഞത് ഭാര്യ ഒരു മകനെ പ്രസവിക്കും, അവൻ എന്ത് പേരിടണം എന്നുള്ളതും പറഞ്ഞു. യോഹന്നാൻ എന്നാണ് പേരിടേണ്ടത്. അതിനുശേഷം എന്ത് സംഭവിക്കും? അത് കണ്ട് ആളുകളും എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവും. അവൻ ദൈവത്തിനായിട്ട് നിൽക്കും, വീഞ്ഞു കുടിക്കില്ല, മദ്യം കുടിക്കില്ല, അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും, ഇസ്രായേൽ മക്കളെ ദൈവത്തിലോട്ട് അടുപ്പിക്കും, യേശു കർത്താവിന് മുന്നേ അവൻ പല കാര്യങ്ങളും വഴിയൊരുക്കും എന്നുള്ള രീതിയിൽ ആണ് ഗബ്രിയേൽ ദൂതൻ വന്ന് സെക്കരിയാവിൻ്റെ അടുത്ത് പറയുന്നത്. അപ്പോൾ സെക്കരിയാവ് ഇത്രയും കാര്യങ്ങൾ കേട്ടപ്പോൾ ഓൾറെഡി സെക്കരിയാവ് ദൂതനെ കണ്ട് പേടിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ദൂതൻ വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ സെക്കരിയാവിന് എന്തായിരിക്കും സംഭവിച്ചിരിക്കുക? ഒന്ന് ആലോചിച്ച് നോക്കിയേ. സെക്കരിയാവിന് ഒരു ഷോക്ക് ഉണ്ടായിട്ടുണ്ടാവില്ലേ, ഞെട്ടിയിട്ടുണ്ടാവില്ലേ? ഇതിപ്പോൾ എന്താ സംഭവിക്കുന്നത് എന്നുള്ളൊരു ഞെട്ടലും, അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുമോ എന്നുള്ള ഒരു സംശയവും സെക്കരിയാവിന് വന്നു. അപ്പോൾ ഈ സംശയം സെക്കരിയാവിന് വന്നതുകൊണ്ട് സെക്കരിയാവ് അപ്പം തന്നെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ദൂതൻ്റെ അടുത്ത് ചോദിച്ചു, ഇത് ഞാൻ എങ്ങനെ അറിയും? എനിക്കൊരു കുഞ്ഞുണ്ടാവും എന്നുള്ള കാര്യം ഞാൻ എങ്ങനെ അറിയും? ഞാൻ നല്ല പ്രായമായി, എനിക്ക് നല്ല വയസ്സായി, എൻ്റെ ഭാര്യയ്ക്ക് നല്ല വയസ്സായി, ഇനി ഞങ്ങൾക്കൊരു കുഞ്ഞ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഞാൻ അറിയുമെന്ന് സെക്കരിയാവ് ദൂതൻ്റെ അടുത്ത് ചോദിച്ചു. ഇത് സെക്കരിയാവ് ദൂതൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ദൂതൻ സെക്കരിയാവിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു. നിന്നോട് നല്ലൊരു കാര്യം പറഞ്ഞറിയിക്കാൻ വേണ്ടിയാണ് എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. പക്ഷേ തക്ക സമയത്ത് ആ കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ളത് നീ വിശ്വസിച്ചില്ല. നിനക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടാണല്ലോ നീ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചത്. എങ്ങനെ ചോദിച്ചു? ഇതൊക്കെ ഞാൻ എങ്ങനെ അറിയുമെന്ന് ചോദിച്ചത്. അപ്പോൾ നിനക്ക് കുഞ്ഞുണ്ടാവും എന്നുള്ള യഹോവയുടെ ദൂതനായ ഞാൻ പറഞ്ഞ കാര്യം നിനക്ക് വിശ്വാസമില്ലാണ്ട് സംശയമായതുകൊണ്ട് ഇനി കുഞ്ഞുണ്ടാവുന്ന കാലം വരെ നീ സംസാരിക്കില്ല. എന്താ പറഞ്ഞേ? ദൂതൻ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാൻ, ഗബ്രിയേൽ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാൻ സെക്കരിയാവിന് സാധിക്കാത്തത് കൊണ്ട് സെക്കരിയാവിൻ്റെ അടുത്ത് ഗബ്രിയേൽ എന്ത് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുഞ്ഞുണ്ടാകുന്നത് വരെ സെക്കരിയാവ് ഇനി സംസാരിക്കുകയില്ല, മൗനമായിട്ട് ഇരിക്കും. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, സംസാരിക്കില്ല എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ മക്കൾ കഥ കേൾക്കുന്നുണ്ട്, ഇതേപോലെ തന്നെ മക്കൾ സംസാരിക്കാറുണ്ട് വീട്ടിൽ, ഇല്ലേ? മക്കളുടെ അപ്പയായിട്ടോ അമ്മയായിട്ടോ ചേട്ടനോ അനിയത്തിയോ ചേച്ചിയോ ഒക്കെ ആയിട്ടൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ ഈ സംസാരിക്കുന്നത് പെട്ടെന്ന് ആ ശബ്ദം പോയി നമ്മൾ സംസാരിക്കുന്ന ഒന്നും കേൾക്കുന്നില്ല, ആർക്കും ഒന്നും മനസ്സിലാവില്ല, നമുക്ക് വായ എനിക്കൊന്നും സംസാരിക്കാനും പറ്റുന്നില്ലെങ്കിൽ എങ്ങനെയിരിക്കും? അപ്പോൾ എങ്ങനെയാണ് നമുക്ക് വെള്ളം വേണം, നമുക്ക് കുളിക്കണം, നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വേണം എന്നെങ്ങനെ പറയും? മക്കൾ ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെയുള്ള സിറ്റുവേഷൻ? അങ്ങനെയുള്ള സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ കൈകൾ ഉപയോഗിച്ചോ എന്തെങ്കിലും നമ്മൾ സൈൻ ലാംഗ്വേജ് പോലെ കാണിച്ചാണ് സാധാരണ ആൾക്കാർ ചെയ്യുക. അപ്പോൾ ഇവിടെ സെക്കരിയാവിന് പറ്റിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, സെക്കരിയാവിന് കുഞ്ഞുണ്ടാകുന്നത് വരെ ഇനി സംസാരം ഉണ്ടാകില്ല എന്നുള്ള രീതിയിൽ ദൂതൻ പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് ദൂതൻ പോയി. എന്നിട്ട് എന്ത് സംഭവിച്ചു? ദൂതൻ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. സെക്കരിയാവ് ഇത് കഴിഞ്ഞ് ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്ന് വെളിയിൽ ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവിടെ ജനം നിൽക്കുന്നുണ്ട്. ഈ ജനം സെക്കരിയാവിന് വേണ്ടി കാത്ത് അവിടെയുള്ള ആൾക്കാർ നിൽക്കുന്നു. സെക്കരിയാവ് സംസാരിക്കുന്നില്ല. അതെല്ലാം കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര ഞെട്ടലായി. അവൻ പുറത്ത് വന്നിട്ട് സംസാരിക്കുന്നില്ല. അപ്പോൾ അവർക്ക് മനസ്സിലായി എന്തോ അകത്ത് നടന്നിട്ടുണ്ട്. എന്താ നടന്നതെന്ന് അറിയില്ല, പക്ഷേ എന്തോ നടന്നിട്ടുണ്ട്. സെക്കരിയാവ് ഇതേപോലെ തന്നെ സയൻസ് കാണിക്കാൻ തുടങ്ങി, കൈകൊണ്ടും ഒക്കെ സയൻസ് കാണിക്കാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് മനസ്സിലായി സെക്കരിയാവിന് സംസാരിക്കാൻ പറ്റണില്ല എന്നുള്ളത്. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോയി കുറേ കാലം സംസാരിക്കാണ്ട് കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ സെക്കരിയാവിൻ്റെ ഭാര്യ പ്രഗ്നൻ്റ് ആയി എന്ന് പറഞ്ഞാൽ ഗർഭം ധരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ് വയറിൽ ചെറുതായിട്ടുണ്ടാവാൻ തുടങ്ങി. അപ്പോൾ സാധാരണ മക്കളൊക്കെ അമ്മമാരുടെ വയറ്റിൽ 9 അല്ലെങ്കിൽ 10 മാസം അമ്മമാരുടെ വയറ്റിൽ കിടന്നിട്ടാണ് ഓപ്പറേറ്റ് ചെയ്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ മക്കളെ വെളിയിലെടുക്കുക. അപ്പോൾ അതേപോലെ തന്നെ ഒരു കുഞ്ഞ് ഈ എലിസബത്തിൻ്റെ വയറ്റിൽ ഉണ്ടായി. അത് എലിസബത്തിൻ്റെ വയറ്റിലുണ്ടായി. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോയി. എലിസബത്ത് ഗർഭം ധരിച്ചു. ഇത്രയും ജനങ്ങളുടെ ഇടയിൽ എനിക്ക് കുഞ്ഞുങ്ങളില്ല എന്ന് പറഞ്ഞ് പലരും നിന്ദിച്ചിരുന്നു. ആ നിന്ദിച്ചവരുടെ മുന്നിൽ ദൈവം എന്നെ ഓർത്ത് എനിക്കൊരു കുഞ്ഞിനെ എനിക്ക് തന്നു എന്ന് പറഞ്ഞ് 5 മാസം ഒളിച്ചു പാർത്തു, ആരെയും കാണിക്കാണ്ട് പാർത്തു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾ, പിന്നെ 5 മാസം കഴിയാറാവുമ്പോൾ പ്രസവിക്കാറുള്ള കാലമായി. അവൾ ഒരു മകനെ പ്രസവിച്ചു. അങ്ങനെ കുഞ്ഞ് വെളിയിൽ വന്നു. കാണാൻ നല്ല ഭംഗിയുള്ളൊരു കുഞ്ഞ്. ഈ കുഞ്ഞുണ്ടായ വിവരം അവരുടെ ബന്ധുക്കളും അവരുടെ നെയ്ബേഴ്സും ഒക്കെ അയൽക്കാരൊക്കെ കേട്ടപ്പോൾ അവർക്കെല്ലാം ഭയങ്കര സന്തോഷമായി. അങ്ങനെ 8-ാം ദിവസം കുഞ്ഞിനെ പരിച്ഛേദന ചെയ്യുവാൻ വേണ്ടി കൊണ്ടുവന്നു. അപ്പോൾ ഈ 8-ാം ദിവസം കുഞ്ഞിനെ
ദേവാലയത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അപ്പൻ്റെ പേര് പോലെ തന്നെ കൊച്ചിന് സെക്കരിയാവ് എന്ന് പേര് വിളിക്കാൻ വേണ്ടി അവിടെയുള്ളവർ തീരുമാനിച്ചു. അപ്പോൾ ഇതുവരെ ഈ സെക്കരിയാവിന് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. കുഞ്ഞുണ്ടായി ഇതുവരെ സെക്കരിയാവ് സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഇവന് ഈ കുഞ്ഞിന് സെക്കരിയാവ് എന്ന് പേര് വിളിക്കാൻ വേണ്ടി അവിടെയുള്ളവർ തീരുമാനിച്ചു എന്ന് അമ്മയ്ക്ക് മനസ്സിലായപ്പോൾ അമ്മ പറഞ്ഞു, ഇല്ല, അവനെ സെക്കരിയാവെന്ന് വിളിക്കേണ്ട, അവന് യോഹന്നാൻ എന്ന് പേരിടണം എന്ന് പറഞ്ഞു. എന്താ പേര് പറഞ്ഞ്? യോഹന്നാൻ എന്ന് പേരിടുന്നു പറഞ്ഞു. അപ്പോൾ ഇത് ഈ അമ്മ എലിസബത്ത് പറഞ്ഞപ്പോൾ അവിടെയുള്ളവർ അവളോട് ചോദിച്ചു, നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കും ഇങ്ങനത്തെ ഒരു പേരില്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് അവന് ഇങ്ങനെ ഒരു പേര് വിളിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ അവിടെ ചോദിച്ചു. എന്നിട്ട് അവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംസാരിക്കാൻ കഴിയാണ്ടിരിക്കുന്ന സെക്കരിയാവിൻ്റെ അടുത്ത് ചോദിച്ചു, എന്ത് പേരാണ് ഈ മോനെ വിളിക്കേണ്ടത് എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന ഈ മോന് എന്ത് പേരാണ് വിളിക്കേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ ഈ സെക്കരിയാവിന് സംസാരിക്കാൻ പറ്റില്ലല്ലോ, അവൻ ആംഗ്യം കാണിച്ചു. അപ്പോൾ അവൻ ആംഗ്യം കാണിച്ചു കഴിഞ്ഞപ്പോൾ അവിടെയുള്ളവർ അവനൊരു എഴുതാനൊരു സാധനം, ഒരു പലക കൊടുത്തു. അവൻ ആ പലകയിൽ ഈ കൊച്ചിന് യോഹന്നാൻ എന്ന് പേരിടാൻ വേണ്ടി എഴുതി. അമ്മ പറഞ്ഞു യോഹന്നാൻ എന്ന് പേരിടാൻ പറഞ്ഞു, അപ്പനും പറഞ്ഞു യോഹന്നാൻ എന്ന് പേരിടാൻ പറഞ്ഞു. അതെല്ലാവർക്കും ഭയങ്കരമായിട്ട് അത്ഭുതമായിരുന്നു. അങ്ങനെ എല്ലാവരും അവന് യോഹന്നാൻ എന്ന് പേരിട്ടു. ആ നിമിഷം സെക്കരിയാവിൻ്റെ വായും നാവും തുറന്നു. അതിനുശേഷം സെക്കരിയാവ് സംസാരിച്ചു. അപ്പോൾ അതുവരെ കുഞ്ഞുണ്ടായി പിറക്കുമോ എന്ന് ഒരു സംശയം ചോദിച്ച സെക്കരിയാവിന് ദൂതൻ പറഞ്ഞത് പ്രകാരം അതുവരെ സംസാരിക്കാൻ പറ്റില്ലാത്ത രീതിയിൽ ആയിപ്പോയി. എന്നിട്ട് എന്ത് സംഭവിച്ചു? കുഞ്ഞുണ്ടായതിനു ശേഷം, പേരിട്ടതിന് ശേഷം സെക്കരിയാവിൻ്റെ വായ നാവും തുറന്നു. അപ്പോൾ അതിനുശേഷം അവൻ ദൈവത്തെ സ്തുതിച്ചു. കാരണം പ്രാർത്ഥിച്ച പ്രാർത്ഥന ദൈവം കേട്ടു. അവരുടെ ജീവിതത്തിലൊരു നിന്ന മാറ്റി അവർക്കൊരു കുഞ്ഞിനെ കൊടുത്ത് വലിയ സന്തോഷം അവരുടെ ജീവിതത്തിലുണ്ടായി. ഇത് കേട്ട എല്ലാവരും ഭയങ്കരമായിട്ട്, ഈ കാര്യങ്ങൾ കേട്ട എല്ലാവരും ഭയങ്കരമായിട്ട് ഭയപ്പെട്ടു. ആ നാട് മൊത്തം ഇതെല്ലാവരും അറിഞ്ഞു. അങ്ങനെയാണ് യോഹന്നാൻ എന്ന കുഞ്ഞ് അവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഈ കഥ പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും പല കാര്യങ്ങളും ദൈവം നമ്മളോട് വചനത്തിലൂടെ പറയുന്നത് നമുക്ക് ചിലപ്പോൾ സംശയം വരും. ഇങ്ങനെയൊക്കെ നടക്കുമോ? ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ? പലപ്പോഴും നമ്മൾ ഈ സെക്കരിയാവിനെ പോലെയൊക്കെ ആയിരിക്കും, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഒരു സംശയവും നമുക്ക് ആവശ്യമില്ല. ജീവനുള്ള ദൈവത്തിൻ്റെ വചനമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ. ആ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിറവേറാനുള്ളതാണ്, നിറവേറിക്കൊണ്ടിരിക്കുന്നതുമാണ്. നിറവേറെന്ന് പറഞ്ഞാൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക എന്നുള്ള കാര്യം മാത്രമാണ് മക്കൾക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഒന്നല്ലെങ്കിൽ മക്കൾക്ക് ബൈബിൾ വിശ്വസിക്കാം, ഇല്ലെങ്കിൽ മക്കൾക്ക് ബൈബിൾ വിശ്വസിക്കാതിരിക്കാം. ഇതിൽ ഏതെങ്കിലും ഒന്നാണ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതിൽ ഏറ്റവും ബെസ്റ്റ് നമ്മൾ ബൈബിൾ വിശ്വസിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ദൈവത്തിന് എല്ലാം ചെയ്യാൻ കഴിവുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ കഥ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും ഒരു കഥയായിട്ട് അടുത്ത ദിവസം വരാം. അപ്പോൾ ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്, ബൈ.